റിവ്യൂ സിനിമയുടെ പരാജയത്തെയും വിജയത്തെയും യഥാർത്ഥത്തിൽ സ്വാധീനിക്കുന്നുണ്ടോ, അതോ റിവ്യൂവിന്റെ പേരിലുള്ള വ്യക്തി അധിക്ഷേപമാണോ പ്രശ്നം? ബാല, താങ്കൾക്ക് കേൾക്കാമോ? ഇല്ല കേൾക്കുന്നില്ല. ഹലോ, ഉറച്ചു പറ, കേൾക്കുന്നില്ല. എന്റെ അടുത്താണ് ചോദ്യം. അതെ, അതാണ്. വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. അല്ല നിങ്ങൾ ചോദ്യത്തിന് മുമ്പ് എനിക്ക് അങ്ങോട്ട് ചോദ്യങ്ങളുണ്ട്. ഓ ആയിക്കോട്ടെ. പ്രഗ്നന്റ് ആയ ലേഡി ഇല്ലേ, പ്രഗ്നന്റ് ആകുമ്പോ ആണോനോ പെണ്ണാണോന്ന് മുമ്പേ പോയി ഹോസ്പിറ്റലിൽ ചോദിക്കാൻ പറ്റുമോ? എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? ഒരു പിടി കിട്ടലില്ല. എന്റെ ചോദ്യം ഇതാണ്, ഒരു പ്രഗ്നന്റ് ആയ ലേഡിക്ക് ഞാൻ ചിരിച്ചു പോയനെ, ആണാണോ പെണ്ണാണോ ചോദിക്കാൻ പറ്റുമോ? റൂൾസ് ഉണ്ട് ഇവിടെ. അല്ല, അത് ഇവിടെ എങ്ങനെ, എന്താ ഉദ്ദേശം? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നമുക്ക് അതിനുള്ള അങ്ങനെ നിയമമുണ്ടോ ഇവിടെ? അതുപോലെ തന്നെയാണ് കേൾക്കുക. അതുപോലെ തന്നെയാണ് സിനിമ എന്ന് പറയുമ്പോൾ എങ്ങനെ ഒരു സംവിധായകൻ ഒരു 10 മാസം എടുക്കും ഒരു പടം ചെയ്ത് പ്രസവിക്കുന്നത് പോലെയാണ് ആ പടം. പ്രസവിക്കുന്നത് പോലെയാണ് ആ പടം. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? ഒരു ഫിലിം പ്രസവിക്കുക. പ്ലീസ്, ദൈവദോഷം പറയലടാ. അതിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണ്ടേ? അവനെ കൊണ്ട് പറ്റണതല്ല, അവന് പറയാൻ പറ്റുള്ളൂ. അത് മുമ്പ് കാണാതെ റിവ്യൂ ചെയ്യുന്നത് ഏത് ലോകത്ത് ന്യായം? ഇടത്താൻ ഒരു ഒന്ന്. രണ്ടാമത്, എന്റെ പേഴ്സണൽ ലൈഫിൽ എന്തോ ഒരു എക്സ്പീരിയൻസ് പറയാം. അത് നടക്കില്ല. ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞേക്കാം, ഇത് എല്ലാവരും കേൾക്കും, ലക്ഷം പേര് കേൾക്കും. ഞാനൊന്നും കണ്ടത്തില്ല. 1, 2, 3 നീ തന്നെ ഒന്നുകൂടി കണ്ടാ മതി. തൊട്ടടുത്ത്, ഇവിടെ ഞാൻ പാലാരിയോടത്താ താമസിക്കുന്നത്, തൊട്ടടുത്ത് ഒരു മാരേജ് ഉണ്ടായിരുന്നു. ആ മാരേജിൽ എവനോ ഒരുത്തൻ പറയുന്നു ആ സ്ത്രീക്ക് 4 പേരോട് ബന്ധമുണ്ടെന്ന്. ഏത് കല്യാണ പെണ്ണുക്ക്, ആ ചെക്കനുക്ക് ഏതോ ബന്ധമുണ്ടെന്ന് പറയുന്നു. ആ മാരേജ് പൊളിഞ്ഞു പോയി. ഇങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കേണ്ടത്? ആ മാരേജ് പൊളിഞ്ഞു പോയി. അപ്പൊ ആ അച്ഛനും ചിന്തിച്ചത് എന്താണ്? മൂന്നാമത് കാര്യം ഇത് തന്നെയാണ് സിനിമയിൽ നടക്കുന്നത്. ഈ പാവപ്പെട്ട പടങ്ങളില് ഇൻവെസ്റ്റ് പண்ற പ്രൊഡ്യൂസേഴ്സ് അവന്റെ ഭാര്യയോட താലി വരെ അടമാനം വെച്ചിട്ട് എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. അടമാനം വെച്ച് അവൻ കാർ വരെ വിറ്റിട്ടാണ് അവൻ വരുമ്പോ പടം കാണാതെ ചെയ്യുമ്പോ ഇറ്റ് ഈസ് റേപ്പിംഗ് എ ഫാമിലി. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? ഒരു പ്രൊഡ്യൂസറുടെ കുടുംബം അതുപോലെ കുടുംബങ്ങളുടെ എന്നോട് ഫേസ്ബുക്കിൽ ഞാൻ ഇടട്ടെ. കണ്ടോ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം തന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിരിക്കുന്നുണ്ട്. സോറി. ബാല വേറെ ഏതോ യൂണിവേഴ്സിൽ നിന്ന് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാല പറയുന്നത് ഗർഭം, പ്രസവം, റേപ്പ്, ഇതിനെ കുറിച്ചാണ് ബാല ഉദാഹരിച്ചുകൊണ്ട് പറയുന്നത്. ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്. അശ്വിൻഗോക്കിന്റെ കോമാളിത്തരങ്ങളാണ് ആരാ ഇപ്പൊ നിങ്ങൾ കാണിച്ചില്ല ഇവിടെ? അത് ശരിയാ, അതുകൊണ്ടാണല്ലോ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വന്നേ. കോമാളിത്തരങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കോമാളിത്തരങ്ങളല്ല എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. ഞാൻ അലമ്പുണ്ടാക്കൂടാ. നിങ്ങൾക്ക് സിനിമയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. കോക്കിന് സിനിമയെ പറ്റി ഒരു ചുക്കും അറിയില്ല. ഷോട്ട് എന്താ അറിയില്ല, സംവിധാനം അറിയില്ല വെച്ചു. പക്ഷേ കോക്ക് റിവ്യൂ പറയാൻ പാടില്ല എന്ന് പറയാൻ അപ്പോഴും കഴിയില്ലാന്നേ. അതെങ്ങനെയാ? അത് കോക്കിന്റെ അവകാശമാണ്. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. എനിക്ക് അപ്പോഴേ തോന്നി. ഞാൻ ചോദിക്കുന്നത്, അശ്വന്ത് ഗോക്കിന്റെ പ്രീ പ്ലാൻഡ് ആവട്ടെ, അശ്വന്ത് ഗോക്ക് നേരത്തെ തീരുമാനിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ബാന്ദ്ര സിനിമ ഗംഭീരമാണെങ്കിൽ അശ്വന്ത് ഗോക്ക് എന്ത് കോമാളി വേഷം കിട്ടിയാലും എങ്ങനെ വാദിക്കാനാണ്?
കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും ഇവൻ നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. അല്ല അവിടെയല്ല അരി 10,000 എലി ആന്ധ്രാപ്രദേശിൽ നിന്ന് വരും. അതിന്റെ കേട്ടില്ലേ? അവിടെയല്ല പ്രശ്നം. ഇതൊക്കെ ആരോട് പറയാം? സജി, ഇവിടെ ഏത് സിനിമ റിവ്യൂ ചെയ്യണം, എങ്ങനെ പറയണം, നല്ല സിനിമ മോശമായി പറയണോ എന്നൊക്കെ ഉള്ളത് അശ്വന്ത് ഗോക്കിന്റെ അവകാശമാണ്. അത് നിയമപരമായി തടയപ്പെട്ടുള്ള ഒരു സംഗതിയുമല്ല. അശ്വന്ത് ഗോക്ക് എന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും സിനിമയ്ക്ക് നട്ടല്ലെങ്കിൽ സിനിമ പൊളിയും. ഈ പറഞ്ഞത് ന്യായം. സത്യം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഈവൻ ആവേണ്ട പടങ്ങൾ, റിവ്യൂ കൊണ്ട് പൊളിഞ്ഞു പോയ പടങ്ങൾ ഒരു 3 പടങ്ങൾ പേര് പറയത്തില്ല. കാരണം ഇയാളെന്താ ഒരുമാതിരി പിള്ളേരെ പോലെ. ഞങ്ങൾ പറയുന്നത് ഇപ്പൊ OTT-ലും പറയണ്ടേ? ഇത്ര മൂന്നല്ല. അത് എന്നോട് കഴിഞ്ഞ പ്രാവശ്യം മറ്റൊരു ചാനൽ ചോദിച്ചു. ഞാൻ അങ്ങനെ ചോദിച്ചപ്പോ ഇല്ല പറയാൻ പറ്റില്ല. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിനെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇത് ഭയങ്കര ഇടങ്ങേറായിട്ട് വരിക. കാരണം എന്താണെന്നറിയാമോ? എനിക്കിത് ഇഷ്ടമില്ല. ആ പടങ്ങൾ OTT-ലും സാധാരണ ഇപ്പൊ റേറ്റ് സംസാരിച്ചോണ്ടിരിക്കുക. ആ പടങ്ങൾ പരാജയമാണെന്ന് പറഞ്ഞാൽ OTT-ൽ ആ പടങ്ങൾ എടുക്കില്ല. അത് പോയിന്റ്. കേസിന്റെ പ്രസക്തി എന്താണ്? കേസിന്റെ പ്രസക്തി കോടതി കാണാം. ഒരു വ്യക്തതയില്ല. ഉണ്ട് സജി, നിങ്ങൾക്ക് ഒരു വ്യക്തതയില്ല. അത് തനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ടെസ്റ്റ് ചെയ്ത് ഇപ്പോഴാ. അതുകൊണ്ടല്ല ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു വ്യക്തതയില്ല. പറപ്പിൽ തല്ലലാണ്, നിങ്ങൾ പേടിപ്പിക്കലാണ്. സാർ അതല്ല സാർ, ഐ ഹാവ് സോ മെനി സ്റ്റോറീസ്. നിങ്ങൾ അശ്വന്ത് ഗോക്കിനെ അല്ലെങ്കിൽ ഇനി മേലാൽ റിവ്യൂ ചെയ്താൽ കേസിൽ കുരുക്കും എന്ന പേടിപ്പിക്കലാണ്. സത്യം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? അല്ല, അമർദീപ്, ഇതുപോലെ ഇത്തരത്തിൽ വേഷം കെട്ടിയിരിക്കാതെ, ഇത്തരത്തിൽ പുച്ഛത്തിന്റെ പരിഹാസത്തിന്റെ ഭാഷ ഉപയോഗിക്കാതെ താങ്കൾക്ക് ഈ പറയുന്ന കണ്ടന്റ് പറയാൻ കഴിയും. അല്ല, അത് എന്റെ വ്യക്തി സ്വാതന്ത്ര്യമല്ല. ഞാൻ എങ്ങനെ ചെയ്യണം ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അല്ലാതെ അത് നിങ്ങൾ എന്തിനാ ചൂടാവുന്നത്? ഞാൻ സംശയം ചോദിച്ചല്ലേ. ഇപ്പൊ ഈ മിമിക്രിക്കാർ കാണിക്കുന്നത് എന്താണ്? ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു കുറ്റകരമാണോ? അല്ല, പക്ഷേ ഇത് മിമിക്രിയാണപ്പോ. മിമിക്രി ഇമിറ്റേഷൻ ആണ്. നീ അതാണല്ലോ ഉദ്ദേശിച്ചത്. സോറി. മിമിക്രിക്കാർ ചെയ്യുന്ന കാര്യം അത് ഞാൻ ചെയ്യുമ്പോൾ മാത്രം എങ്ങനെയാണ് കുറ്റകരമായി മാറുന്നത്? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഈ പറഞ്ഞൊരു ഘടകമുണ്ട്. നമ്മൾ ഒരു വിഷയത്തിന് അങ്ങേയറ്റം വൾഗറായ ഭാഷയിൽ അങ്ങേയറ്റം പരിഹാസവും പുച്ഛവും ഇറക്കി ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആള് കാണും എന്നുള്ളത് സത്യമാണ്. തൊപ്പിയാണ് സാക്ഷ്യം അതിന്. അതെ, നിങ്ങളെ സ്റ്റാർ മാജിക് അതിനുള്ള സാക്ഷിയല്ലേ? നിങ്ങളെ ചാനലല്ലേ സ്റ്റാർ മാജിക്? ഇതിനെതിരെ ഞാൻ ശക്തമായിട്ട് ആഞ്ഞടിക്കൂടി. അതിനകത്ത് ഈ തങ്കച്ചനെ കാണിക്കുന്നത് എന്താണ്? ഇതുപോലത്തെ കാര്യങ്ങളല്ലേ കാണിക്കുന്നത്? ഇതൊന്നും കുഴപ്പമില്ല. ഇതുപോലത്തെ താങ്കൾ പറഞ്ഞ വേഷം കെട്ടി കാണിക്കാറില്ലേ? അതാണ് റിവ്യൂ. അതാണ് പറയുന്നത്. സാർ, ഇത് മിമിക്രിയാ, സമ്മതിക്കൂ. ഇത് റിവ്യൂ അല്ല. പിന്നല്ലാണ്ട് മിമിക്രി ഉണ്ട് അതിന് റിവ്യൂ ഒന്നും അതിനെന്തോ മഹത്വവൽക്കരിക്കണം മണ്ണാങ്കട്ടെന്ന് പറയേണ്ട കാര്യമില്ല. അത്രേ ഉള്ളൂ. ദിനേശിന് എന്താ ഒരു വിഷമം പോലെ? ഞാൻ പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ, എല്ലാം ഇഷ്ടപ്പെട്ടില്ല. അതിന് റിവ്യൂ ഒന്നും അതിനെന്തോ മഹത്വവൽക്കരിക്കണം മണ്ണാങ്കട്ടെന്ന് പറയേണ്ട കാര്യമില്ല. അത്രേ ഉള്ളൂ. അപ്പൊ അല്ലേ അശ്വിന്റെ ചാനലിനെ പുറമെ പുള്ളി കൊണ്ടാണ് ഇപ്പൊ ദേഷ്യപ്പെടുന്നത്. ഉണ്ടോക്കി കാണിക്കരുത്. സമയത്തുള്ള ആ ഓഡിയോ ഇവര് മാറ്റി ഡബ് ചെയ്ത് ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേസ് ഈ പ്രതിക്ക് അനുകൂലമായിട്ട് ചുമ്മാ ഇളിച്ചോണ്ടിരിക്കാതെ ഒരു വരി കുട്ടി കുറങ്ങന്റെ കൂട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വിളിച്ചോണ്ട് പോടോ. നോക്കച്ച എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോ എന്ന് സംശയം. ഒരു മിനിറ്റ് പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? സ്വഭാവം ഇതാണ്, അയാളുടെ സ്വഭാവം തന്നെ ഇതാണ്. ഏത് ചർച്ചയ്ക്ക് വന്നാലും വെറുതെ മനുഷ്യരെ പ്രകോപിക്കാൻ വേണ്ടി ഇരിക്കുക. ഒരു വരി കുട്ടിക്കിറങ്ങന്റെ നിങ്ങൾ അവരെ നോക്കുന്നത് ഒരു സാധാരണഗതിയിലുള്ള ഒരു ചർച്ചയായിട്ട് ഇതിനെ കൊണ്ടുപോയ പോലെ. എന്താണ് വിചാരിച്ച് ഒരു സാധനം പിടിച്ച് എന്റെ മുമ്പിൽ എടുത്തു തരാൻ ശ്രമിക്കുക അടിച്ചോണ്ട് പല്ലിയ പോലെ എന്താണ് ഇത്? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. പല്ലിയ പോലെ അങ്ങനെയല്ല, അങ്ങനെ പറയരുത്. മോശമായി പോയിട്ടോ, ഭയങ്കര മോശമായി പോയി. ഇതൊക്കെ ഇനിയിപ്പോ നോക്കൂ, നമ്മളൊരു ഗൗരവമായ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ ട്രോളർമാർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമായി